ഇല്ല, അതിലെനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതാണ് പറഞ്ഞു വന്നതും. അപ്പോൾ താങ്കൾ പറഞ്ഞു അതിപ്പോൾ ചർച്ച ചെയ്യട്ടാന്ന് പറഞ്ഞു. വേണ്ട, ചർച്ച ചെയ്യുന്നില്ല, ആ ഘട്ടമാകുമ്പോൾ ചർച്ച ചെയ്തോളാം. പിന്നെ ആര് പറഞ്ഞാലും എന്ന് ഞാൻ പറയാൻ കാര്യം, ഈ പിന്നെ മുസ്ലിം സമുദായത്തിലെ ആക്ടിവിസ്റ്റുകൾക്ക് പൊതുവേ സംഘി ഹാൻഡിലുകൾ ചാർത്തി കൊടുക്കാറുള്ള ഒരു ബ്രാൻഡിങ് ഉണ്ടല്ലോ, ജിഹാദികൾ. അതാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന അതാണ്. ഏത് തരത്തിലാണ് പലരും പല രൂപത്തിൽ ബ്രാൻഡ് ചെയ്യുന്ന ഉദാഹരണം പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ചർച്ചകളിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അതെ, അതിൽ സംശയിക്കാനില്ല. കാരണം അദ്ദേഹം ഈ മാധ്യമപ്രവർത്തകന്റെ പേര് പറയുന്നു, ഈരാറ്റുപേട്ട എന്ന സ്ഥലം പറയുന്നു, മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നയാളാണെന്ന് പറയുന്നു, മുൻപ് MSF-കാരനാണെന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് മാവോയിസ്റ്റാണ് അയാൾ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കണമെങ്കിൽ നമ്മൾ അത്രയും മണ്ടന്മാരാകണം. അല്ല എന്നല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ലല്ലോ, ഞാൻ പറഞ്ഞത് അതല്ലല്ലോ പ്രമോദ്. ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഈ തീവ്രവാദി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പിന്നെ എന്ത് തരം തീവ്രവാദം, അത് ഈ ഏതെങ്കിലും തരത്തിലുള്ള മാവോയിസമോ അല്ലെങ്കിൽ ഇനി ഇൻ കേസ് അദ്ദേഹം ജേർണലിസ്റ്റ് ആണല്ലോ റാഹിസ്, ഒരു എക്സ്ട്രീമിസ്റ്റ് ആസ് എ ജേർണലിസ്റ്റ് എന്നുള്ളതാണെങ്കിൽ അങ്ങനെ പറയണം. ആ തരത്തിലുള്ള അഭിപ്രായമാണെങ്കിൽ അത് പറയണം. അതല്ലാതെ ജനറലി അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള നടപടി പറ്റില്ല, പാടില്ല. അത് പിന്നെ ഈ നിർബന്ധമായും ഒട്ടും സ്വീകാര്യമല്ല എന്ന് മാത്രമല്ല, പരിപൂർണമായും അതിനെ തള്ളുകയും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാനത് പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ആ നിലപാടിനോട്. അത് കേരള സമൂഹത്തിൽ അങ്ങനൊന്നും അല്ല വർത്തമാനം പറഞ്ഞ് പോകേണ്ടത്. ഒരു സമുദായ നേതാവ് കൃത്യമായി ഇന്ത്യയിലെ മറ്റ് ഇതെന്തെങ്കിലും അപകടം സൃഷ്ടിക്കുന്നുണ്ടോ ശ്രീ ജയചന്ദ്രൻ? ഇതെന്തെങ്കിലും അപകടം സൃഷ്ടിക്കുന്നുണ്ടോ? ഇത് ഹിന്ദു ഐക്യവേദി നേതാവോ VHP നേതാവോ ബജ്രംഗ് നേതാവോ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആ നിലയിൽ നേരിടാം. CPM-ന്റെ സംരക്ഷണയിൽ നിൽക്കുന്ന ഒരു സമുദായ നേതാവ് ഈ വാചകം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നേരിടേണ്ടത്? CPM-ന്റെ സംരക്ഷണയിലാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇത് എന്തെങ്കിലും അപകടം സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഇന്ന് മറുപടി പറഞ്ഞിട്ടുള്ളത്, കൃത്യമായൊരു മറുപടി പറഞ്ഞിട്ടുള്ളത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിത് അവഗണിച്ച് തള്ളുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് കൂടുതൽ ആരോഗ്യകരമായൊരു നിലപാട് എന്ന് എനിക്കും താങ്കൾക്ക് മടങ്ങിയെത്താം.